കേരളത്തിലെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നായിട്ടുള്ള പാലക്കാട്ടെ ഈ കാണുന്ന മലമ്പുഴ ഡാം നിർമ്മിച്ചത് കേരളമായിരിക്കും എന്നാകും ഒരുപക്ഷെ പലരും ചിന്തിച്ചിരിക്കുക. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. മദ്രാസ് പ്രസിഡൻസിയാണ് മലമ്പുഴ ഡാം നിർമ്മിച്ചത്. അന്ന് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 10 പൈസ കമ്മീഷൻ വകയിൽ അടിച്ചെടുക്കാൻ മലയാളികളിലെ ചിലർക്ക് കഴിഞ്ഞതുമില്ല. അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത തൊട്ടു പിറകെ തന്നെ പാലക്കാടും മലമ്പുഴയും കേരളത്തിന്റെ ഭാഗമാകുകയും ചെയ്തു. മദ്രാസ് പ്രസിഡൻസിയുടെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജാണ് മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയായ ഭാരതപ്പുഴയുടെ കൈവഴിയായ മലമ്പുഴയാറിന് കുറുകെയാണ് ഈ ഒരു ഡാം നിർമ്മിച്ചത്. 6 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഡാമിന് സമീപത്തെ ഉദ്യാനത്തെ കേരളത്തിന്റെ വൃന്ദാവനം എന്നും വിളിക്കാറുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് ഇവിടത്തെ പ്രവർത്തന സമയം. ജലസേചനം, കുടിവെള്ളം, വ്യവസായങ്ങൾ, വൈദ്യുതി ഉൽപാദനം, മത്സ്യകൃഷി എന്നിവയ്ക്ക് ജലം ലഭ്യമാക്കുന്നതിനുള്ള വിവിധോദ്ദേശ പദ്ധതിയാണ് മലമ്പുഴ ഡാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജലഗതാഗതത്തിനുള്ള പദ്ധതിയും ഉണ്ടായിരുന്നു. എന്നാൽ തുടക്കത്തിൽ തന്നെ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. 2069 മീറ്ററാണ് മലമ്പുഴ ഡാമിന്റെ നീളം. KSEB ആണ് ഡാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പാലക്കാടിനെ കേരളത്തിന്റെ നെല്ലറയാക്കി നിലനിർത്തുന്നതിൽ ഈ ഡാം പ്രധാന പങ്ക് തന്നെയാണ് വഹിക്കുന്നത്.